ഗിഫാർ ഗോത്രം എന്ന് പറഞ്ഞാൽ അബീദറുൽ ഗിഫാരി എന്ന് പറയുന്ന സഹാബി ഇസ്ലാം മതം സ്വീകരിക്കുകയും പിന്നീട് തൻ്റെ നാട്ടിലേക്ക് പോകാൻ നബി നിർദ്ദേശിക്കുകയും അന്നുണ്ടായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പോയി അദ്ദേഹം എന്ത് ചെയ്തോടെ പ്രബോധനം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വിജയിച്ചു എന്ന് കേട്ടാൽ മാത്രമേ നീ ഇങ്ങോട്ട് വരേണ്ടതുള്ളൂ, തൽക്കാലം നിനക്ക് പോകാം, ഇവിടെ നിൽക്കണ്ട, കാരണം ഇവിടെ മുസ്ലിമായിട്ട് നിൽക്കുന്ന സർവരെയും ഒരു ക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഇവിടുത്തെ ഖുറൈശി കുടുംബത്തിലൊന്നും പെട്ട ആളല്ല. ഖുറൈശി കുടുംബമാണെങ്കിൽ കുടുംബത്തിന്റെ പേരിലെങ്കിലും ചെറിയൊരു സുരക്ഷ ഉണ്ടാവും, ഇതൊരു സുരക്ഷ ഉണ്ടാവില്ല, അതുകൊണ്ട് തൽക്കാലം വിടുക. ഞാൻ എന്ന് വിജയിച്ചു എന്ന് കേൾക്കുന്നു, അന്ന് നീ വരിക എന്ന് പറഞ്ഞു വിട്ടപ്പോൾ റസൂലുള്ളാഹി മദീനത്ത് ചെന്നപ്പോൾ ഗിഫാർ ഗോത്രത്തെ മൊത്തവും ദീനീ പ്രബോധനം നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന അവരുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊടിയും പിടിച്ചുകൊണ്ട് അബീദറുൽ ഗിഫാരി എന്ത് ചെയ്തു, അന്ന് തക്ബീർ ചൊല്ലി മുഴക്കിക്കൊണ്ടാണ് മദീനയിൽ റസൂലുള്ളാഹിയെ കാണാൻ വന്നത് എന്ന് കാണാം. അതുകൊണ്ടാണ് ഗിഫാർ ഗോത്രക്കാർക്ക് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുണ്ടായ കാരണം അതായിരിക്കാം.